യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം, നമുക്ക് സമയം കളയാനില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ്? വർക്ക് ഡൺ ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്, വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ഈസ് 0, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിഫൈൻഡ് ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന്റെ എക്സാമ്പിളുകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ഏറ്റവും അനിവാര്യമാണ്. നമുക്ക് 2 മാർക്കിനെ ചോദിക്കുന്നതാണ് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. എന്താണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, വർക്ക് ഡൺ ഈസ് പാത്ത് ഡിപെൻഡന്റ്, വർക്ക് ഡൺ ഇൻ എ ക്ലോസ്ഡ് path is not 0, potential energy is not defined for non conservative force. എക്സാമ്പിൾ എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ് എക്സാമ്പിൾ, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് വർക്കാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് വർക്കിലേക്ക് പോകാവുന്നതാണ്. എന്താണ് പോസിറ്റീവ് വർക്ക്? ഈ കാണുന്ന ചിത്രത്തിൽ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഒരേ ദിശയിലാണെങ്കിൽ അതിനെ പോസിറ്റീവ് വർക്ക് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ W=Fs cos θ. അപ്പോൾ ഈ രണ്ടും ഒരേ ദിശയിലേക്ക് ആകുമ്പോൾ അതിന്റെ നടുവിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. അപ്പോൾ W=Fs cos θ 0 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W=Fs തന്നെയാണ്. അപ്പോൾ ഇത് എഴുതി നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി നെഗറ്റീവ് വർക്ക്. എന്താണ് നെഗറ്റീവ് വർക്ക്? അതിന്റെ ഇരുവശങ്ങളിലേക്കായിട്ടാണ് 2 ഫോഴ്സുകൾ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും ഇരുവശങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ നടുക്കുണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ് 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ മൈനസിലേക്ക് മാറും. അപ്പോൾ W=-Fs. ഇത് എഴുതി നമുക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് നോക്കിയാലോ. സീറോ വർക്ക്. എന്താണ് സീറോ വർക്ക്? റൈറ്റ് സൈഡിലേക്കും നേരെ മുകളിലേക്കും. റൈറ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെ ഇരിക്കുന്ന ഏതൊരു ചാരത്തിന്റെയും നടുക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന W=Fs cos 90 ഡിഗ്രി. Fs cos 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. cos 90 ഡിഗ്രി 0 ആണ്. അപ്പോൾ W=0. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക് ഇതിന്റെ ഇത് കഴിയുന്നതാണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിങ്ങൾ ഏത് പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്ക് എനർജി തിയറം. എന്താണ് വർക്ക് എനർജി തിയറം? വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി. അതിന് നമുക്കൊരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. 3 മാർക്കിനാണ് ആ ഡെറിവേഷൻ ചോദിക്കുന്നത്. വെറും 4 സ്റ്റെപ്പേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്ത് പഠിച്ചേക്കാം. അപ്പോൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ അത് m മാസുള്ള ഒരു വസ്തു വെക്കുന്നു. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി V. ഇനീഷ്യലി U ആണ്. അതിൻ്റെ അടിയിൽ ഡിസ്പ്ലേസ്മെന്റ് S കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ മോഷന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന v² = u² + 2as. അത് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ 2asനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2as = v² - u² എന്ന ഇക്വേഷൻ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് as ആണ് വേണ്ടത്. അപ്പോൾ as = ½ v² - u². അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടാണ് നമ്മളെ ഈ വർക്ക് എനർജി തിയറത്തിന്റെ ഡെറിവേഷൻ തുടങ്ങാനായിട്ട്. അപ്പോൾ W= നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഇക്വേഷൻ അത് ഇട്ട് കൊടുക്കുക. W=F=mas എന്ന ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതിന് രണ്ടാമത്തേക്ക് ഈ ASന്റെ ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച ഇക്വേഷൻ ഇല്ലേ, as = ½ v² - u². അത് ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? W=m½ v² - u² എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. അത് നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ½ v² - u² എന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതിയാലോ. W=½ m v² - u². ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് m രണ്ടിനും കൊടുക്കലാണ്. അപ്പോൾ W=½ mv² - ½ mu². മൈനസ് നടക്കും ഉണ്ടാവും. ഇനി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെറിവേഷൻ തീരുവാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇപ്പോൾ ഈ കണ്ടുപിടിച്ചതിന്റെ അർത്ഥം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ W= ഇത് ആദ്യത്തെ എഴുതിയാണ് ഫൈനൽ കൈനറ്റിക് എനർജി, രണ്ടാമത് എഴുതിയാണ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അപ്പോൾ താഴേക്ക് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. W= kF - ki. kF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി = ΔK. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കൈനറ്റിക് എനർജി ഇക്വേഷൻ ഓർത്ത് വെക്കണം.
കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അതൊരു സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. എന്താണ് കൈനറ്റിക് എനർജി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഒന്ന് പഠിച്ചാലോ. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ഡ്യൂ ടു ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. നമുക്ക് ഇനി അടുത്തേക്ക് പോകാം. ഒരു മാർക്കിന് നമുക്ക് ചോദിക്കും, നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിൽ പണി പാടും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ വിവിധ ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇലുസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. 3 മാർക്കിനാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ പോയിന്റ്സ് കണ്ടെത്താനാണ്. അപ്പോൾ ഈ ചിത്രം വരച്ചിട്ട് വേണം നിങ്ങൾ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് ചിത്രം ആദ്യം തന്നെ നല്ല ഫിസിക്സിൽ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നു, അത് h എന്ന് അടയാളപ്പെടുത്തുന്നു അതിൻ്റെ ഹൈറ്റ്. പിന്നെ രണ്ടാമതൊരു ചിത്രം വരയ്ക്കുന്നു, വേറൊരു ചിത്രം വരയ്ക്കുന്നു. ഒന്നാമത്തെ സ്ഥലം ഇത്, രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ ഇത്. ഒന്നാമത്തെ V1 എന്ന് നമുക്ക് എടുക്കാം, രണ്ടാമത്തെ V2 എന്നെടുക്കാം, രണ്ടാമത്തെ V2 എന്നെടുക്കാം, മൂന്നാമത്തെ V3 എന്നെടുക്കാം. V2നും V3ക്കും ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സമയം, അപ്പോൾ നിങ്ങളത് ബൈഹാർട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്ര എളുപ്പമാണ്. അപ്പോൾ V2 എന്ന് പറയുമ്പോൾ V2 ഈക്വൽ ടു 2gx ആണ്. 2gx. V3 എന്ന് പറയുമ്പോൾ 2gh ആണ്. അത് വരാൻ കാരണം ഇത്രയും ദൂരത്തിന് h - x എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ചെയ്താലോ. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് അറ്റെന്ന് എഴുതിയിട്ട് ഒന്നെന്ന് എഴുതണം. ഒന്നാമത്തെ പോയിന്റിനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അറ്റ്. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിനെ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ എഴുതേണ്ടത് E is equal to k plus u എന്ന് എഴുതണം. രണ്ടാമത്തേൽ അതുപോലെ തന്നെയാണ്. കൈനറ്റിക് എനർജി ഒന്നാമത്തേൽ 0 ആണ്. ഒന്നാമത്തെ പോയിന്റിൽ 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ mgh ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh ആണ്. ഇത് പഠിക്കാതെ പോകരുത്. mgh. അപ്പോൾ E is equal to 0 plus mgh എന്ന് കിട്ടും. 0 plus mgh തന്നെ. അപ്പോൾ E is equal to mgh എന്ന് നമുക്ക് കിട്ടും. അത് ഒന്നാമത്തെ. അപ്പോൾ ഒന്നാമത് കഴിഞ്ഞ് രണ്ടാമത്തെ അറ്റ് 2. E is equal, എല്ലാത്തിലും E is equal to k plus u. അത് രണ്ടുപേരും കൂട്ടുമ്പോഴാണ് മെക്കാനിക്കൽ എനർജി കിട്ടുന്നത്. അപ്പോൾ E is equal to k plus u എന്ന് എഴുതി. ഇനി അടുത്തത് E is equal to കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാമത്തെ സ്ഥലത്താണ് നിൽക്കുന്നത്, V2ലാണ് നിൽക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് mv സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഹാഫ് mv2 സ്ക്വയർ എന്ന് എഴുതാം. ഹാഫ് mv2 സ്ക്വയർ. ഇത് രണ്ടാമത്തെ സ്ഥലമല്ല. അപ്പോൾ V2 സ്ക്വയർ പ്ലസ് mgh - x അല്ലേ അവിടെ. ഇവിടെ വരെ മൂന്നാമത്തെ സ്ഥലത്ത് നിന്ന് രണ്ടാമത്തെ സ്ഥലം വരെ h - x ആണ്. അപ്പോൾ mgh - x എന്ന് നമുക്ക് എഴുതാം. അടുത്ത വരിയിൽ ഹാഫ് mv2 സ്ക്വയറിന് വരെ നമ്മളിവിടെ ആദ്യം നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് 2gx ആണ്. അപ്പോൾ v2 സ്ക്വയറിന് വരെ നമ്മൾ 2gx ഇട്ട് കൊടുക്കുന്നു. പ്ലസ് mgh - xയിലേക്ക് mgh കൊടുക്കുന്നു, xയിലേക്ക് mgx കൊടുക്കുന്നു. രണ്ടിൽ ഈ mgh hനും mgxനും കൊടുക്കണം. അപ്പോൾ എങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? mgh മൈനസ് അവിടെ നടുക്കണം, അത് കഴിഞ്ഞിട്ട് mgx. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഹാഫും 2gxൻ്റെ ഈ 2ഉം വെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് ഒന്നും കൂടി എഴുതിയാലോ. അപ്പോൾ mgx പ്ലസ് mgh മൈനസ് mgx. അപ്പോൾ ഇതിൻ്റെ അകത്ത് mgxും വെട്ടിപ്പോവും. അപ്പോൾ ഈ ഈക്വൽ ടു mgh നമുക്ക് ആൻസർ കിട്ടും. ഇപ്പം നമ്മൾ രണ്ടാമത്തെ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ കണ്ടുപിടിച്ചാലാണ് നമുക്ക് 3 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അറ്റ് 3 എഴുതാം. അറ്റ് 3 അതിൻ്റെ അകത്ത് E is equal to k plus u ആണ്. E is equal to k എന്ന് പറയുമ്പോൾ V3 സ്ക്വയർ ആണ്. നമ്മൾ ഏറ്റവും താഴത്തെ ഉള്ള സ്ഥലം. അവിടെ നമുക്ക് കൈനറ്റിക് എനർജി മാക്സിമം എന്ന് പറയുമ്പോൾ V3 സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് mv3 സ്ക്വയർ പ്ലസ് u എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പോൾ അടുത്ത വരിയിൽ എഴുതുമ്പോൾ ഹാഫ് v3 സ്ക്വയറിന് മാറി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ, ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നത് 2gh. അതിന് ഇട്ട് കൊടുക്കുക. 2gh പ്ലസ് 2gh അവിടെ പ്ലസ് 2gh. അപ്പോൾ ഇനി ഈ 2ഉം വെട്ടിപ്പോവും. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടും ഹാഫ് E is equal to mgh നമുക്ക് ഇക്വേഷൻ കിട്ടും.
ഇത്രയാണ് ഫ്രീലി ഫാളിംഗ് ബോഡി ഡെറിവേഷൻ നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് എളുപ്പമല്ലേ? ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് സിമ്പിൾ ആയിട്ട് മേടിക്കാവുന്നതാണ്. ഇനി അടുത്തത് കൊളീഷൻ ആണ്. കൊളീഷൻ ടൈപ്സ് ഓഫ് കൊളീഷൻ 2 ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അതിന്റെ ഡെറിവേഷൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അത് എന്താണെന്ന് പഠിച്ചാൽ മതി. എന്താണ് ഇലാസ്റ്റിക് കൊളീഷൻ? എ കൊളീഷൻ ഇൻ വിച്ച് ബോത്ത് മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഈസ് കൺസർവ്ഡ്. നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷന്റെ അകത്ത് മൊമെന്റവും കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ്. എന്താണ് അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് വെച്ചാൽ എന്താണ്? എ കൊളീഷൻ ഇൻ വിച്ച് മൊമെന്റം ഈസ് കൺസർവ്ഡ് ബട്ട് നോട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസർവ്ഡ്. എന്താണ്? എ കൊളീഷൻ ഇൻ വിച്ച് momentum is conserved but kinetic energy is not conserved. എന്താണ്? മറ്റേ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൺസർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസർവ്ഡ് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവാണ്. ഇനി അടുത്ത ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ് നമുക്ക് വേഗം നോക്കിയാലോ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനി അതിന്റെ ഡെറിവേഷൻ നമുക്ക് എപ്പോഴും 2 മാർക്ക് ചോദിക്കുന്നത്, അതിൽ രണ്ടിനും കൂട്ടിയിട്ട് 3 മാർക്കാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഡെറിവേഷൻ എന്താണെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡി പി ബൈ ഡി ടി എന്നാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഈ ഡെൽറ്റ പി എന്ന് നമ്മൾ ഡി പി എഴുതുന്ന ചെറിയ മൊമെന്റും ചെറിയ ടൈമും എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തിലേക്ക് മാറ്റുമ്പം എഫ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി എഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് മൊമെന്റത്തിന് പകരം നമ്മൾ മാസ് ഇൻറ്റു വോളിയം, ഇതാണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എഴുതുന്നു മാസ് ഇൻറ്റു വോളിയം. ഇനി നമ്മൾ മാസിനെ പുറത്തെടുക്കുകയാണ്. മാസിനെ പുറത്തെടുത്ത് കഴിയുമ്പോൾ ഡി വി ബൈ ഡി ടി എന്ന് നമുക്ക് കിട്ടും. എം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഡി വി ബൈ വി ബൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോളിയം ബൈ ടൈം ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കാർ ഓൺ എ ബാങ്ക്ഡ് റോഡാണ്. എപ്പോഴും നമുക്ക് 3 മാർക്കിന് ചോദിക്കുന്നത്, അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ കഴിയും. ഈ 5 വർഷത്തിനായിരിക്കും ഞാൻ നോക്കിയത് എനിക്ക് മനസ്സിലായത്. അതുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ വരും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെറിവേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ത്രികോണം വരയ്ക്കുന്നു. അതിൻ്റെ അത് നേരെ താഴേക്ക് എം ജി എന്ന ഫോഴ്സാണ്. നമ്മൾ ഇടത്തേക്ക് വരയ്ക്കുന്നത് എൻ സൈൻ തീറ്റ എഫ് കോസ് തീറ്റ. ഇനി നമ്മൾ തൊട്ട് താഴേക്ക് അതിൻ്റെ നേരെ ഇങ്ങനെ ലെവലിന് ഇങ്ങനെ നേരെ പാരലായിട്ട് കാണുന്നത് എഫ് ആണ്. അതിൻ്റെ നടുക്കുള്ള ഈ തീറ്റയില്ലേ ഇവിടെ കാണുന്ന ഈ സ്ഥലം, ഇവിടെ നിങ്ങൾ വരേണ്ടത് നിങ്ങൾ വഴിയാക്കി ഇവിടെ കാണുന്നത് തീറ്റയാണ്. ഇനി ഇങ്ങോട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ ഈ കാറിൻ്റെ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ മുകളിലേക്ക് ഇരിക്കുന്ന ഫോഴ്സ് അത് എന്നാണ്? നോർമൽ ഫോഴ്സ് ആണ്. ഇനി അതിൻ്റെ നടുക്കുള്ളത് എൻ തീറ്റയാണ്. ഇതിന് നടുക്കുള്ളത്, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ളത് ഇവിടെ തീറ്റയാണ്. അപ്പോൾ എൻ കോസ് തീറ്റ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ എം ജികൾ തന്നെയാണ് എഫ് സൈൻ തീറ്റ. നമുക്ക് ഇക്വേഷനിലേക്ക് കിടന്നാലോ? അപ്പോൾ എം ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ. അത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതി. ഇനി എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ. ഇനി അത് നമ്മളൊന്ന് ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. എം ജി ഇസ് ഈക്വൽ ടു നമ്മുടെ എഫ് സൈൻ തീറ്റനെ അപ്പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇപ്പുറത്തേക്ക് എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ എന്ന് വന്നു. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ ഡിവൈഡ് ബൈ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എം ബി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡിങ് ബൈ ആർ ജി എം ജി ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇനി അതിൻ്റെ അകത്ത് എമ്മും വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡിങ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇനി നമ്മുടെ ഈ എഫ് കളയാനായിട്ട് നമ്മൾ എഫോട് എടുത്തില്ല, മ്യൂസ് ഇൻറ്റു എൻ വെച്ച് നമ്മൾ ഹരിക്കാൻ പോവാണ്. മ്യൂസ് ഇൻറ്റു എൻ വെച്ച് ഹരിക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു മ്യൂസ് ഇൻറ്റു എൻ കോസ് തീറ്റ പ്ലസ് എൻ സൈൻ തീറ്റ ഡിവൈഡിങ് ബൈ ആർ ജി ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് മ്യൂസ് എൻ സൈൻ തീറ്റ. ഇനി അതിനകത്ത് നമ്മൾ എന്നെല്ലാം വെട്ടിക്കളഞ്ഞു, 4 വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു മ്യൂസ് കോസ് തീറ്റ പ്ലസ് സൈൻ
തീറ്റ ഡിവൈഡിങ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്ന് കിട്ടി. ഇത് നമുക്ക് ഈ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് ആക്കാനായിട്ട് നമ്മൾ ഡിവൈഡ് ബൈ കോസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഡിവൈഡിങ് ബൈ cos theta by cos theta minus mu s sin theta by cos theta. ഇനി ആയിട്ട് നമ്മൾ mu s cos theta by cos theta വെട്ടി കഴിയുമ്പോൾ ഒന്നാണ് കിട്ടുന്നത്. അപ്പോൾ mu s into 1 mu s തന്നെയാണ്. mu s plus sin theta by cos theta is equal to tan theta ആണ്. tan theta all divided by cos theta by cos theta 1 ആണ്. 1 minus mu s sin theta divided by cos theta എന്ന് പറയുമ്പോൾ sin by cos tan ആണ്. അപ്പോൾ mu s tan theta. ഇനി അവിടെ കൺക്ലൂഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് നമുക്ക് വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വി സ്ക്വയർ ബൈ ആർ ജി അല്ല, വി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ആർ ജി നമ്മൾ മേളിലേക്ക് കയറ്റാൻ പോകണം. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇവിടെ വി സ്ക്വയർ ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ റൂട്ട് എടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാറാണ് ബാങ്ക് റോഡ്. പവർ ആണ്. പവർ എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന ജോലിയുടെ അളവാണ് പവർ. അതിൻ്റെ എസ് ഐ യൂണിറ്റ് വാട്ടാണ്. അതിൻ്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. അതൊരു സ്കെയിലർ പ്രൊഡക്റ്റ്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മളൊരു നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു വൃത്തം വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വൃത്തത്തിൻ്റെ അവിടുന്ന് ഇവിടെ വൃത്തത്തിൻ്റെ പോയിന്റ് വരെ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വരയ്ക്കുന്നത് എച്ച് ഹൈറ്റ് ആണ് നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നത്. അവിടെ വൃത്തത്തിൻ്റെ ആ പോയിന്റിനോട് ചേർന്ന് ജി എസ് ഒരു എം മാസമുള്ള വസ്തുവാണ് വച്ചിരിക്കുന്നത്. അവിടെ ഏറ്റവും മുകളിൽ ഗ്രാവിറ്റേഷൻ ഹൈറ്റ് ജി എച്ച് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ജി എസ് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇനി അടുത്ത ജി എച്ചിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം ബൈ അവിടെ ജി എച്ചിൻ്റെ അവിടെ ആർ സ്ക്വയർ ആണ്. ഇവിടെ നിന്ന് പറയുമ്പോൾ ആർ എച്ച് വരെ കൂട്ടിയാലാണ് ജി എച്ച് കിട്ടുള്ളൂ. അപ്പോൾ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ സീക്വൽ ടു നമ്മൾ ആറിന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആർ സ്ക്വയർ സീക്വൽ ഇൻറ്റു ആറിൻ്റെ പുറത്തേക്ക് എടുത്ത് പറഞ്ഞാൽ അവിടെ 1 ആവും. അത് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇത്രയും ജി എസ് അല്ലേ. അപ്പോൾ ഇനി അടുത്ത ഇക്വേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ജി എച്ച് സീക്വൽ ടു ജി എസ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി തുടങ്ങാലോ. അപ്പോൾ നമ്മൾ ഈ 1 പ്ലസ് എച്ച് ബൈ ആറിനെ നമ്മൾ ഇനി മേളിലേക്ക് കയറ്റണം. ഹോൾ സ്ക്വയറിനെ നമ്മൾ മേളിലേക്ക് കയറ്റണം. അപ്പോൾ ജി എച്ച് സീക്വൽ ടു ജി എസ് ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ മൈനസ് 2 എന്ന് വരും. മേളിലേക്ക് കയറ്റുമ്പോൾ നമ്മൾ അടിയിൽ 2 ആണെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ഇനി നമ്മൾ ഈ -2നെ അകത്തേക്ക് വരാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ 1 പ്ലസ് എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആവണ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഇക്വേഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എസ് ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു വൃത്തം വരയ്ക്കുന്നു. അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ റേഡിയസ് വരയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് എം മാസമുള്ളതാണ്. ആദ്യത്തെ പോലെ തന്നെ ജി എസ് അടയാളപ്പെടുത്തുന്നു. ഇനി നമുക്ക് അടിയിലേക്കാണ് വൃത്തത്തിൻ്റെ അടിയിലേക്കാണ് നമുക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ അതിന് ഡി ഡിസ്റ്റൻസിൽ നമ്മൾ എടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ഗ്രാവിറ്റേഷൻ നമ്മൾ എടുക്കുന്നു. ഇനി അടുത്ത അതിൻ്റെ ഇക്വേഷൻ ജി എസ് സീക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ഇക്വേഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ സീക്വൽ ടു എമ്മിന് നമുക്ക് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ റോ സീക്വൽ ടു എം ബൈ വി എന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ റോ സീക്വൽ ടു എം ബൈ വി എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എമ്മിനെ റോ ഇൻറ്റു വി എന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എം മാറ്റിയിട്ട് റോ ഇൻറ്റു വി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ജി ഇൻറ്റു റോ ഇൻറ്റു വി ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ജി എസ് ഇസ് ഈക്വൽ ടു ജി റോ നമ്മുടെ വിയുടെ വോളിയൂം ഓഫ് എർത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബാണ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയർ ഈ ക്യൂബ് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഇക്വേഷൻ കിട്ടും ജി എസ് ഇസ് ഈക്വൽ ടു
4/3π0r എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ. ഇനി നമ്മൾ ആ ഇക്വേഷൻ വഴിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GS is equal to 4/3π0r എന്ന ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി അടുത്ത് നമ്മൾ GD ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ GD is equal to 4/3π0r minus d ആണ്. ഇവിടെ ഇത്രയും കിട്ടണമെങ്കിൽ നമുക്ക് r minus d ചെയ്താൽ മാത്രമാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ r minus d എന്ന് കിട്ടുന്നു. നമുക്ക് രണ്ടാമത്തെ ആയിട്ട് എടുക്കാം. ഇനി ഇക്വേഷൻ 2 ഡിവൈഡിങ് ബൈ 1 നമുക്ക് ചെയ്യാം. GD is equal to 4/3 minus d dividing by 4/3 എന്ന ഇക്വേഷനാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ GD ഡിവൈഡ് ബൈ GS is equal to r minus d by r എന്ന് കിട്ടും. ഇവിടെ 4/3യും ജിയും റോയും വെട്ടിപ്പോകും രണ്ടിടത്തും. അങ്ങനെ വെട്ടി കഴിയുമ്പോൾ r minus d by r എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി r വെട്ടിക്കളയുമ്പോൾ 1 കിട്ടും. അപ്പോൾ 1 minus d by r എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ GD ഡിവൈഡ് ബൈ GS is equal to 1 minus d by r എന്ന ഇക്വേഷൻ കിട്ടും. ഇനി നമുക്ക് GD ആണ് ആവശ്യമുള്ളത്. GS അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറ്റണം. അപ്പോൾ GD is equal to GS equal to അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോൾ GS into 1 minus d by r എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് വേരിയേഷൻ ഓഫ് ഡെപ്തിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ? വാട്ട് ഈസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ എന്താണ് അതിൻ്റെ ഇത്? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ടു എ ഫ്ലൂയിഡ് ഇൻ എ മോഷൻ. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ ഒരു കൊക്കിൻ്റെ രീതിയിൽ ഇരിക്കുന്നു. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കുന്നു. ഒരു ഭാഗത്ത് വലിപ്പം കുറവും ഒരു ഭാഗത്ത് വലിപ്പം കൂടിയതുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ P1 ആണ്. P1 ആണ് പ്രഷർ. ഇവിടെ A1 ആണ് ഏരിയ. ഇവിടുത്തെ വോളിയം V1 ആണ്. ഇനി അടുത്ത് P2 ആണ് ഇവിടുത്തെ പ്രഷർ. ഇവിടുത്തെ ഏരിയ A2 ആണ്. ഇവിടുത്തെ വോളിയം V2 ആണ്. ഇനി ഇവിടുത്തെ നമ്മൾ A എന്ന് എടുക്കുന്നു. ഇവിടെ A ഡാഷ് എടുക്കുന്നു. ഇവിടെ B എന്ന് എടുക്കുന്നു. ഇവിടെ B ഡാഷ് എടുക്കുന്നു. ഇനി നമ്മൾ അടിയിൽ ഇതിൻ്റെ ഹൈറ്റ് കാണിക്കാനായിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് വരച്ചിട്ട് H1 എന്ന് എഴുതുന്നു. ഇവിടെ H2 എന്ന് എഴുതുന്നു. ഇനി ഇവിടുന്ന് A ഡാഷിലേക്ക് വെള്ളം ഒഴുകുന്ന ഇത് V1 ഡെൽറ്റ T ആണ്. ഡെൽറ്റ M ആണ് നമുക്കത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഡെൽറ്റ M. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ പ്രഷർ, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വർക്ക് ഡൺ ബൈ പ്രഷർ നമുക്ക് നോക്കാൻ പോകണം. വർക്ക് ഡൺ ബൈ പ്രഷർ. അപ്പോൾ W1 is equal to P1 ഡെൽറ്റ V എന്നാണ് നമുക്ക് പ്രഷർ, ഒന്നാമത്തെ പ്രഷർ. ഇനി രണ്ടാമത്തെ സ്ഥലത്തെ പ്രഷർ W2 is equal to മൈനസ് P ഡെൽറ്റ V. മൈനസ് വരാൻ കാരണം ഈ നമുക്ക് ഇങ്ങോട്ട് വരുന്ന പ്രഷർ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ചാടുമ്പോൾ ഇവിടുന്ന് പ്രഷർ ഇങ്ങോട്ടാണ് ഓടുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആണ് നമുക്ക് എപ്പോഴും. അതാണ് ഇവിടെ മൈനസ് P ഡെൽറ്റ V എന്ന് പറയുന്നത്. അപ്പോൾ WP is equal to P1 ഡെൽറ്റ V മൈനസ് P2 ഡെൽറ്റ V. അപ്പോൾ ഈ ഡെൽറ്റ വി നമുക്ക് വേറൊരു ഇക്വേഷനിലേക്ക് ഇടാം. അപ്പോൾ ഡെൽറ്റ വി is equal to ഡെൽറ്റ M ബൈ റോ എന്ന് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ WP is equal to P1 ഡെൽറ്റ M ബൈ റോ മൈനസ് P2 ഡെൽറ്റ M ബൈ റോ എന്ന് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഡൺ ബൈ എ പ്രഷർ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയാണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഡെൽറ്റ യു ആണ്. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയാണ് ഡെൽറ്റ യു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ കൂടെ ഡെൽറ്റ MG H2 മൈനസ് ഡെൽറ്റ MG H1. അപ്പോൾ WG ഗ്രാവിറ്റേഷൻ ചെയ്ത വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. ഈ മൈനസ് ഡെൽറ്റ യു വരുമ്പോൾ നമുക്ക് ഈ ആദ്യം ഇരിക്കുന്ന H2 ഇല്ലേ, അത് നമുക്ക് ആദ്യം H1ലേക്കും ഈ രണ്ടാമത് ഇറങ്ങുന്ന H2ലേക്കും ആവും. അതിനാണ് നമ്മളിവിടെ മൈനസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ WG ഇസ് ഈക്വൽ ടു ഡെൽറ്റ MG H1 മൈനസ് ഡെൽറ്റ MG H2. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക് ഡൺ ബൈ എ ഗ്രാവിറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ എം V2 സ്ക്വയർ മൈനസ് ഹാഫ് ഡെൽറ്റ എം V1 സ്ക്വയർ. ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയും ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് WP പ്ലസ് WG ഈസ് ഈക്വൽ ടു ഡെൽറ്റ കെ ഇ. അതിൻ്റെ അർത്ഥം തന്നെ WP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ ബൈ എ പ്രഷർ പ്ലസ് വർക്ക് ഡൺ ബൈ എ ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇത് രണ്ട് വർക്ക് ഡൺ ബൈ എ പ്രഷറും
വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയെ കൂട്ടിയിട്ട് ഈക്വൽ ടു ഡെൽറ്റ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് P1 ഡെൽറ്റ എം ബൈ റോ മൈനസ് P2 ഡെൽറ്റ എം ബൈ റോ. ഇനി അടുത്ത് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി ചെയ്യാൻ പോവാണ്. പ്ലസ് ഡെൽറ്റ എം ജി H1 മൈനസ് ഡെൽറ്റ എം ജി H2 ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയുടെ ഇതൊക്കെ ആൻസർ തന്നെ ഹാഫ് എം ഡെൽറ്റ എം ബി ടു സ്ക്വയർ മൈനസ് ഹാഫ് ഡെൽറ്റ എം ബി വൺ സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വണ്ണിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഡെൽറ്റ എം നമ്മൾ വെട്ടിക്കളയാൻ പോവാണ്. ഡെൽറ്റ എം എല്ലാത്തിനും ഡെൽറ്റ എം നമ്മൾ വെട്ടിക്കളയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുള്ള എല്ലാത്തിനെയും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ B1 ബൈ റോ പ്ലസ് GH1 പ്ലസ് 1/2 B1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 ബൈ റോ പ്ലസ് GH2 പ്ലസ് ഹാഫ് MB2 സ്ക്വയർ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ പിയുടെ അടിയിൽ കിടക്കുന്ന റോ മാറ്റാനായിട്ട് നമ്മൾ ഓൾ ഡിവൈഡ് ബൈ ഓൾ ഇൻറ്റു ഓൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റോ വെച്ച് നമ്മൾ അപ്പോൾ നമ്മൾ ഈ പിയുടെ അടി കിടക്കുന്ന റോ മാറ്റാനായിട്ട് നമ്മൾ അത് മാത്രം അവിടെ കിടക്കുന്ന ഭംഗിയല്ലോ. അപ്പോൾ നമ്മൾ അത് മാറ്റാനായിട്ട് ഈ ഇക്വേഷന് മൊത്തം നമ്മൾ റോ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ P1 പ്ലസ് റോ GH1 പ്ലസ് ഹാഫ് റോ B1 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് റോ GH2 പ്ലസ് ഹാഫ് റോ MB2 സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഈ പിയുടെ താഴെയുള്ള റോ പോവും, റോ ഇല്ലാത്തയിടത്തൊക്കെ നമ്മുടെ റോ GH1ഉം ഹാഫിൻ്റെ അപ്പം റോ V1 സ്ക്വയർ അങ്ങനെ റോ ഇല്ലാത്തയിടത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മളോട് പറയുന്നത്. ഇത്രയാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി എന്താണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുകൂടെ എഴുതി കൊടുക്കണം. P പ്ലസ് റോ GH പ്ലസ് ഹാഫ് റോ B സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത്രയും എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇത് നമുക്ക് 4 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം വരെ 3 മാർക്ക് 4 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്രയും കുറവാണ്, ഇങ്ങോട്ട് കുറവാണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്പോൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ സൈഡിലേക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതുപോലെ എൻ്റെ കൂടെ തന്നെ വരയ്ക്കണം, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ നല്ല പെർഫെക്ഷനായിട്ട് ചിത്രം വരയ്ക്കണം. ഫിസിക്സിന് ചിത്രം വരയ്ക്കണമെന്ന് നമുക്ക് 1 മാർക്കൊക്കെ എക്സ്ട്രാ കിട്ടുന്നതാണ്. എക്സ്ട്രാ അല്ല, ആ പടം വരച്ചതിന് നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ A1 B1 ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ A1 ആണ്, ഇവിടുത്തെ വോളിയം എന്ന് പറയുമ്പോൾ V1 ആണ്, ഇവിടുത്തെ A2 ആണ്, ഇവിടുത്തെ V2 ആണ്. ഇനി ഇവിടുന്ന് എയും ബിയും സി ഡി എന്ന് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇനി ഇവിടുത്തെ V1 ഡെൽറ്റ ടി ആണ്, ഇവിടെ കടന്നു പോകുന്ന വെള്ളത്തിൻ്റെ ഇത്. ഇവിടുത്തെ V2 ഡെൽറ്റ ടി ആണ്. 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇത് വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യുക. അപ്പോൾ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു A1 B1 ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു A2 V2 ഡെൽറ്റ ടി. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വെട്ടിക്കളയാനുള്ള ഡെൽറ്റ ടി. നമുക്ക് ഏതാണ് ഡെൽറ്റ ടിയിൽ വെട്ടിക്കളയാനുള്ള ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി നമ്മൾ വെട്ടിക്കളയുന്നു. അപ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു A1 B1 ഇസ് ഈക്വൽ ടു A2 V2. അപ്പോൾ ഇനി ഏരിയയും വോളിയം കോൺസ്റ്റന്റ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരിപാടി അവിടെ തീർന്നു. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അത് പഠിക്കാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പടം വരയ്ക്കുന്നു. നമ്മുടെ കാർ എഴുതാൻ പോലെ, കാർ സർവീസിനൊക്കെ പോലെ, ആ വണ്ടികളൊക്കെ കൈകാനൊക്കെ ആയിട്ട് അവിടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങൾ വീടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കണം. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്നു. അതിന് 2 സൈഡിലുള്ള പിസ്റ്റൺ വെച്ച് നമ്മൾ വരയ്ക്കുന്നു. ആദ്യത്തെ പിസ്റ്റൻ്റെ അടുത്തെ നമ്മുടെ പ്രഷർ എന്ന് പറയുമ്പോൾ P1 ആണ്, അവിടുത്തെ ഏരിയ A1 ആണ്, അവിടെ കൊടുക്കുന്ന ഫോഴ്സ് F1 ആണ്. ഇനി അപ്പുറത്തെ സൈഡിലെ P2 ആണ്, പ്രഷർ അവിടുത്തെ P2 ആണ്. ഇവിടുന്ന് കൊടുക്കുന്ന F1 ഫോഴ്സ് ഇവിടെ എത്തുമ്പോൾ F2 ഫോഴ്സ് ആവും. ഇനി അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ A2 ആണ്. ഇനി ലോഡ്, നമ്മൾ ഈ പിസ്റ്റൻ്റെ മേളിൽ ലോഡ് വെച്ചിട്ടുണ്ട്. ലോഡ് നമ്മൾ ചെയ്തത് കാറൊന്നും വരയ്ക്കണ്ട, ഞാൻ ചുമ്മാ വരച്ചാണ്. അപ്പോൾ ലോഡ് നമ്മൾ ഇതിനകത്ത് സാധാരണ വെള്ളമല്ല നിറയ്ക്കാറ്, വേറെ എന്തെങ്കിലും ചിലപ്പോൾ മെർക്കുറിയൊക്കെ ആയിരിക്കും നിറയ്ക്കാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെള്ളം എടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ പ്രഷറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ P1 is equal to F1 by A1. പ്രഷറിൻ്റെ ഇക്വേഷൻ P is equal to F by A ആണ്. അതിലൂടെ നമ്മൾ ഒരു ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇപ്പുറത്തെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നോക്കാനുള്ള P2 is equal to F2 by A2 ആണ്. ഇനി അടുത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യമാണ് യൂസിങ് പാസ്കൽ ലോ. P
P1 ഈക്വൽ ടു P2. ഈ യൂസിങ് പാസ്കൽ ലോ എന്ന് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർ മാർക്ക് തരികയില്ല. അപ്പോൾ ഈ നമ്മൾ ഹൈഡ്രോളിക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഈ പാസ്കൽ ലോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് എന്ന് കാണിക്കാനാണ്. ഇനി അടുത്ത് നമ്മൾ ഇംപ്ലൈസ് F1/A1 ഈക്വൽ ടു F2/A2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സംഭവം പൂർത്തി. 2-3 ചെറിയ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. ഇംപ്ലൈസ് F2 ഈക്വൽ ടു F1 × A2/A1. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ മറന്നു വന്ന കാര്യമാണ്. അതുകൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് പോകും. അപ്പോൾ സിൻസ് A2 > A1 ഈക്വൽ ടു F2 > F1. ഇനി അടുത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് A2/A1 ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതും കൂടി എഴുതി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന സംഭവം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് പാസ്കൽ ലോ എന്നും കൂടി ഒന്ന് നോക്കിയാലോ. പാസ്കൽ ലോ അടച്ചിട്ടൊരു പാത്രത്തിൽ നമ്മുടെ ഒരു വീട്ടിൽ മിക്സർ തിന്നാൻ എടുക്കുന്ന ഒരു പാത്രം വിചാരിക്കുക. അതിൻ്റെ അകത്ത് എന്താണ് അടച്ചിട്ടൊരു പാത്രത്തിൽ നിശ്ചലാവസ്ഥയിലുള്ള ദ്രാവകത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിലുടനീളം എല്ലാ ദിശകളിലേക്കും തുല്യമായി വ്യാപിക്കുന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ദിശയിലേക്കും. ഇപ്പോൾ ഈ ക്യാമറയെ തട്ടും. അതാണ് നമ്മുടെ പാസ്കൽ ലോ പറയുന്നത്. അത് അടച്ചിരിക്കുന്ന ഒരു മുറിയിലാണെങ്കിലും അടച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ മറിഞ്ഞ് ചാടണം ഒരു അടച്ചിട്ട പാത്രത്തിൻ്റെ. അതാണ് ഇവിടെ പാസ്കൽ ലോ ഉദ്ദേശിക്കുന്നത്. അടച്ചിട്ടൊരു പാത്രത്തിൽ നിശ്ചലാവസ്ഥയിലുള്ള ദ്രാവകത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിലുടനീളം എല്ലാ ദിശയിലേക്കും വ്യാപിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ 2018 തൊട്ട് 2025 വരെ നമ്മുടെ മോഡലും പബ്ലിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 100% ഉറപ്പാണ് പരീക്ഷയ്ക്ക് വരുമെന്ന്. 100% ഉറപ്പാണ്. അത് പഠിക്കാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 3 മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ V = U + AT, V² = U² + 2AS, S = UT + ½ AT². ഈ 3 ഇക്വേഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഉറപ്പായിട്ട് പരീക്ഷിക്കുന്നതാണ്. 100% ഉറപ്പാണ്. റെയിൻഡ്രോപ്സിൻ്റെ പ്രൊഡിക്ഷൻ തെറ്റാറില്ല. ഇത് നമ്മുടെ തിങ്കളാഴ്ചത്തെ ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് വന്നിരിക്കും 3 മാർക്ക്. ഇതിൽ ഏതിൽ ഓർമ്മ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് V = U + AT ആണ്. അപ്പോൾ അതിന് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 3 ഗ്രാഫ് വരച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ V അടയാളപ്പെടുത്തുന്നു, വെലോസിറ്റി അടയാളപ്പെടുത്തുന്നു. ഇവിടെ 0, ഇവിടെ U, ഇവിടെ ടൈമാണ് T നമ്മൾ എഴുതുക. ഇനി അടുത്ത് ഈ വരച്ച ത്രികോണം, ഈ ത്രികോണത്തിൻ്റെ ഇതാണ് നമ്മൾ എടുക്കാം. ഈ ത്രികോണത്തിൻ്റെ ഈ ശരിച്ച് വരയില്ലേ, ആ വരയുടെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ സ്ലോപ്പ് നമ്മൾ Δx = T ആണ്. ഇവിടുന്ന് ഇത്രയും ദൂരം T അല്ലേ. ഇനി അടുത്ത് Δy = V - U ആണ്. നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കാനായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അത് പിന്നെ ആ 2-3 ദിവസത്തേക്ക് വരാം. അപ്പോൾ ബൈഹാർട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോവാണ് സ്ലോപ്പ് = Δy/Δx. ആദ്യം കൊണ്ട് Δx/Δy എഴുതരുത്. Δy ആണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ Δy/Δx = ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോവാണ്. A = Δy/Δx = V - U/T എന്ന് കിട്ടും. Δy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V - U ആണ്. Δx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T ആണ്. ഇനി നമ്മൾ ചെറിയൊരു പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ V - U. അപ്പോൾ നമ്മൾ ഈ V - U ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. V - U = ഈ A ഇപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ AT എന്നായി. അപ്പോൾ ഇനി നമ്മൾ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് V = U നെ അപ്പുറത്തേക്ക് ൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ V = U + AT. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ സമയങ്ങളിൽ അടുത്തതിലേക്ക് പോവാണ്. S = UT + ½ AT². അപ്പോൾ അതിന് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നു. അതിൻ്റെ ആദ്യം നമ്മൾ വരച്ച പോലെ എല്ലാം വരയ്ക്കുന്നു. V അടയാളപ്പെടുത്തുന്നു, U അടയാളപ്പെടുത്തുന്നു. ഏറ്റവും പോയിന്റിൽ 0 എന്ന് അടയാളപ്പെടുത്തുന്നു. അത് അടയാളപ്പെടുത്തി നിങ്ങൾക്ക് മാർക്ക് ഒറിജിനിൽ 0 എന്ന് അടയാളപ്പെടുത്തണം. പിന്നെ ടൈമും വരയ്ക്കുന്നു. ആദ്യം വരച്ച പോലെ തന്നെ വരയ്ക്കുന്നു. ഈ പ്രാവശ്യം നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു ത്രികോണമായിട്ടും ഒരു ചതുരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇവിടെ V - U എന്നൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏരിയ = ഡിസ്പ്ലേസ്മെൻറ്റ് = ആയിട്ട് നമ്മുടെ ചതുരത്തിൻ്റെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏരിയ = ചതുരം പ്ലസ് ഏരിയ = ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും ഏരിയ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏരിയ ചതുരത്തിൻ്റെ ഇക്വേഷൻ S = ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് നമ്മുടെ ചതുരത്തിൻ്റെ ഇക്വേഷൻ. പ്ലസ് ½ BH ആണ് നമ്മുടെ ത്രികോണത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മളൊരു ചെറിയ പൊടിക്കൈ ഉപയോഗിക്കുന്നു. അപ്പോൾ S = UT + ½
ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടാൻ കാരണം ഇവിടുത്തെ വി മൈനസ് യു ആണ്, ഇവിടുത്തെ ടി ആണ് ഇത്രയും ദൂരം, പിന്നെ ഹാഫ് ആണ്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി ആണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ആണ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2ax ആണ്. അതിന് നമ്മൾ ആദ്യം നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നു. വി യുവും സീറോയും ടൈമും അടയാളപ്പെടുത്തുന്നു. അപ്പോൾ വി മൈനസ് യു എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് എയും ബിയും ആയിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ പാരലായിട്ട് പോകുന്ന ലൈനാണ്. അപ്പോൾ അതിന് നമുക്ക് വേറെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഏരിയ ഇസ് ഈക്വൽ ടു എസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് ആണ് അതിൻ്റെ ഇക്വേഷൻ. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഏരിയ ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുമ്പം അത് യു ആണ്, പ്ലസ് ബി എന്ന് പറയുമ്പോൾ അത് വി ആണ്, വി മൈനസ് 2 വി ബൈ 2 ഇൻറ്റു ടി എച്ച് ഇസ് ഈക്വൽ ടു ടി ആണ്. അപ്പോൾ നമ്മൾ ഇനി അവിടെ ഒരു വേറൊരു കൈ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓർക്കണം.